പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ദൈവവചന പഠനവുമായി ദൈവസന്നിധിയിൽ നമുക്കിരിക്കാം. ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണം. അങ്ങ് അങ്ങനെ ചെയ്തതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ഒരുമിച്ച് പാടാൻ ആഗ്രഹിക്കുന്ന ഈ പ്രത്യാശയുടെ ഗാനം വളരെ പഴയ ഗാനമാണ്. നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ ഞാൻ കണ്ടിടുമാ ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ആയാറിൽ ഞാൻ കണ്ടിടുമാ ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അതു ഭാഗ്യം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ, ബാക്കായാണിവിടെ. മുതുകലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. വ്യാകുലയായവളെ പ്രാവേ, പാക്കായാണിവിടെ. മുതുകലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. താമസമില്ല തിരുസഭയെ, കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. താമസമില്ല തിരുസഭയെ, കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികളെതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, തിരുതലപിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. അരികളെതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, തിരുതുലപിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിടും ബാഖാവാസികളെ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിടും ബാഖാവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ,
മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിലുണ്ടല്ലോ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ. മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിലുണ്ടല്ലോ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ വാക്കായാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. വ്യാകുലയായവളെ പ്രാവേ വാക്കായാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. താമസമില്ല തിരുസഭയെ കാലം തീരാറായി, ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. താമസമില്ല തിരുസഭയെ കാലം തീരാറായി, ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികളെതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, ഇരുതു ലഭിച്ചവരെന്നാളിൽ ചൂടും പൊന്മുടിയെ. അരികളെതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, ഇരുതു ലഭിച്ചവരെന്നാളിൽ ചൂടും പൊന്മുടിയെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ ഞാൻ കണ്ടിടുമാ ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ആയാറിൽ ഞാൻ കണ്ടിടുമാ ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. 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 നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ബൈബിൾ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾ വീണ്ടും തൃപ്പാദത്തിൽ വന്നിരിക്കുന്നു. ഞങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ കാണണേ. സംസാരിക്കുന്ന അടിയൻ്റെ അധരങ്ങളെയും നാവിനെയും അങ്ങ് ശുദ്ധീകരിക്കണേ. രക്തം തളിച്ച് ഞങ്ങളുടെ സിസ്റ്റം, അന്തരീക്ഷം എല്ലാം കർത്താവ് ക്രമീകരിക്കണേ. കേൾവിക്കാരുടെ കാതുകളും ഹൃദയങ്ങളും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെടുവാൻ, ഞങ്ങൾ അങ്ങയുടെ വചനം ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇതിൻ്റെ രഹസ്യങ്ങൾ കർത്താവ് തുറന്നു തരണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷനാണ് നമ്മൾ എടുക്കാം എന്ന് താല്പര്യപ്പെടുന്നത്. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളും അതിൻ്റെ ആരംഭം ഒന്നെടുത്ത് അതിനെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ പറയുവാൻ എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് കരുതിയിരിക്കുന്നു. ഇന്നും അത് കരുതുന്നു. ഒക്കുന്ന അത്രയും ദൈവസന്നിധിയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നു.
പഴയ നിയമം മുഴുവനും ക്രിസ്തുവിനെ തന്നെ പ്രതിനിധീകരിക്കുന്നതായിരുന്നുവെന്നും ക്രിസ്തുവിൻ്റെ വിവിധ ആശയങ്ങൾ നിഴൽ രൂപത്തിൽ ഇതിനകത്ത് ചിത്രീകരിക്കുന്നുവെന്നും പ്രാരംഭമായി പറഞ്ഞത് ഓർക്കുന്നു. ഇന്ന് രൂത്തിൻ്റെ പുസ്തകം നമുക്ക് എടുത്ത് പഠിച്ചു തുടങ്ങാം. 4 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. ഇത് ഒരു ചരിത്ര പുസ്തകമാണ്. അതേസമയം മോവാബ്യ സ്ത്രീയായിരുന്ന രൂത്ത് എന്ന പെൺകുട്ടി തൻ്റെ ജാതിയും മതവും ദേശവും ഭാഷയും ദൈവവും എല്ലാം വിട്ട് ഇസ്രയേലിലേക്ക് അഡോപ്റ്റ് വരുവാൻ താല്പര്യപ്പെടുകയും അവൾക്കൊരു സാഹചര്യം ഒത്തു. ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുവാൻ താല്പര്യപ്പെടുകയും തൻ്റെ ജീവിതത്തിൽ ആ തീരുമാനം ഏറ്റുപറയുകയും ചെയ്തു. ദൈവം അവളെ മാനിച്ച് ഉയർത്തി. ആരംഭത്തിങ്കൽ വന്ന് ഒരു വയലിൽ കുറച്ച് താണ ജോലി ചെയ്ത് അധ്വാനിക്കേണ്ടതായി വന്നു. പിന്നെ കളത്തിൽ ഒരു താണ ലൈഫ് സ്റ്റൈൽ എടുക്കേണ്ടതായി വന്നു. പലതിലും അവൾ വിശ്വസ്തത പുലർത്തിയ കാരണത്താൽ ദൈവം അവളെ ഉയർത്തി ഉയർത്തി ഉയർത്തി. ദാവീദ് രാജാവിൻ്റെ വല്യമ്മയും ഭൗതിക വംശാവലിയിൽ യേശുവിൻ്റെ വല്യമ്മച്ചിമാരിൽ ഒരാളുമായി ആ പേരുയർത്തത്തക്കവണ്ണം ദൈവം മാനിച്ച ഒരു മോവാബ്യ സ്ത്രീയാണ് ഈ രൂത്ത്. 4 അധ്യായങ്ങളുള്ള ഈ കൊച്ചു പുസ്തകത്തിൻ്റെ ഓതർ ആരാണെന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ലെങ്കിലും ശമൂവേൽ പ്രവാചകനായിരിക്കാം ഈ പുസ്തകം എഴുതിയതെന്നും ഒരു പക്ഷേ അത് എഡിറ്റ് ചെയ്തത് ദാവീദായിരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. ദാവീദിൻ്റെ കീഴിലുള്ള ആരെങ്കിലും ഒരാളുമോ അത് എഡിറ്റ് ചെയ്താണ് കൊടുത്തത് എന്നും ആ സമയത്ത് ശമൂവേലിൻ്റെ മരണം മുതൽ ചിലതെല്ലാം ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും കരുതപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ അംഗീകരിക്കുന്നത് ശമൂവേൽ ഈ പുസ്തകം എഴുതിയെന്നാണ്. എന്നാണ് ഇത് എഴുതിയത് വ്യക്തമായ രേഖകളില്ലെങ്കിലും ഏറെക്കുറെ BC 1000 ഏറെക്കുറെ BC 1000 അത്രയും മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. ന്യായാധിപന്മാരുടെ കാലത്തായിരുന്നിത് എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ആ കാലത്തെ കണക്കാക്കിയാണ് BC 1000 എന്ന് പറയുന്നത്. ഇതിനകത്ത് ക്രിസ്തുവിനെക്കുറിച്ച് എന്തു പറയുന്നു, ക്രിസ്തുവിനെക്കുറിച്ച് എങ്ങനെ കാണുന്നു? എ കിസ്മൻ റിഡീമർ, ചാർച്ചക്കാരനായ ഒരു വീണ്ടെടുപ്പുകാരൻ എന്ന ആശയമാണ് ഈ പുസ്തകത്തിലുള്ളത്. യേശുവാണ് നമ്മുടെ ചാർച്ചക്കാരനായി വീണ്ടെടുപ്പുകാരനായി വന്നത് എന്നതിനാൽ യേശുവിൻ്റെ നിഴലായി ആണ് ഇവിടെ നിൽക്കുന്നത്. നിഴലായി ഇവിടെ എടുത്തു കാണിക്കാവുന്ന ഏക വ്യക്തിത്വം ബോവസ, വേറൊരു വ്യക്തിത്വം അവിടെ ഇല്ല. ബോവസാണ് യേശുവിൻ്റെ നിഴലായി ഇവിടെ നിൽക്കുന്ന വ്യക്തിത്വം. പക്ഷെ ബോവസിന് ഇതിനകത്ത് ഏതോ ചില്ലറ കളിപ്പ് പറ്റിയിട്ടുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കത്തക്ക ചില ന്യായങ്ങളുണ്ട്. എങ്കിലും ബോവസ് നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ വന്ന് 100% നിയമപ്രകാരമാണ് ഈ പെൺകുട്ടിയെ വീണ്ടെടുത്തത്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്ന് കടന്നെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പത്തിൻ്റെ ഭവനമായ ബേദലഹേമിൽ പാർത്തിരുന്ന ഒരു മനുഷ്യനെ ബേദലഹേമിൽ ക്ഷാമമുണ്ടായ കാലത്ത്, ശ്രദ്ധിച്ചോണം, അപ്പത്തിൻ്റെ ഭവനമെന്നറിയപ്പെടുന്ന ബേദലഹേമിൽ ഒരിക്കൽ ക്ഷാമമുണ്ടായ സമയത്ത് തൻ്റെ 2 ആൺമക്കളെയും ഭാര്യയെയും കൂട്ടി മോവാബ് ദേശത്തേക്ക് പരദേശവാസം ചെയ്യുവാനായി പോയി. മോവാബ് ദേശം എന്ന് പറയുന്നത് ലോത്തിൻ്റെ കൊച്ചുമക്കളുടെ ദേശമാണെന്ന് മറക്കരുത്. മോവാബ്യന്മാരിൽ ഒരാൾ 10ാം തലമുറ വരെ ദേവാലയത്തിൽ കയറിക്കൂടാ എന്ന് അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്. കാര്യം അവരെക്കുറിച്ച് ദൈവത്തിന് ഒരു നല്ല സാക്ഷ്യമില്ല അവരുടെ പിതാവിൻ്റെ ജനനത്തിങ്കൽ. അങ്ങനെ നല്ല സാക്ഷ്യമില്ലാത്ത ആ ഒരു ജാതിയാകയാൽ 10ാം തലമുറ പോലും ദേവാലയത്തിൽ കയറിക്കൂടാ എന്ന് മോവാബ്യരെക്കുറിച്ച് കൽപ്പനയുണ്ട്. അതേസമയത്ത് ക്ഷാമം ഭയന്ന് ഇറങ്ങിപ്പോയതായ മനുഷ്യൻ മോവാബ് ദേശത്തേക്ക് പോയി അവിടെ പാർക്കുകയും അവിടെ നിന്ന് 2 കന്യകകളെ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഭാര്യമാരായി എടുക്കുകയും ചെയ്തു. ഒരു ന്യായം പറയാനുള്ളത്, മോവാബ്യൻ ദൈവസഭയിൽ പ്രവേശിക്കാൻ പാടില്ലെങ്കിലും അത് പുരുഷന്മാർക്ക് മാത്രമുള്ള പ്രമാണമാണ്. ആ കാലത്ത് സ്ത്രീകൾ പുരുഷന്മാരുടെ പ്രമാണത്തിൽ ബാധിക്കപ്പെട്ടിരുന്നില്ല. ആകയാൽ മോവാബ്യ പെൺകുട്ടികളെ പ്രത്യേകിച്ചൊരു ഇസ്രയേലിയൻ വിവാഹം കഴിച്ചാൽ അതിനകത്ത് തെറ്റില്ല. അവളുടെ ജാതിയും മതവും വിട്ട് ഇസ്രയേലിനോട് പറ്റിച്ചേരുമെങ്കിൽ അവൾക്ക് ഇസ്രയേലിൽ വരാം എന്നൊരു ധാരണ ആ കാലത്തുണ്ടായിരുന്നതിനാൽ ഒരു മോവാബ്യ പെൺകുട്ടിയെ വിവാഹത്തിനെടുക്കുന്നതിൽ തെറ്റ് കാണാതെ മഹലോനും കില്യോനും എന്ന 2 ആൺമക്കൾക്ക് വേണ്ടി 2 പെൺകുട്ടികളെ ഭാര്യമാരായി എടുത്തു. സമയം അധികം പോകാതെ ആ മനുഷ്യൻ മരിച്ചുപോയി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കൾ മരിച്ചു.
3 വിധവമാർ മാത്രം ഭവനത്തിലായി. ഇതൊരു ശാപത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ എടുത്തു പറയാറുണ്ട്. 3 പേർ മാത്രം, 3 സ്ത്രീകൾ മാത്രം ഭവനത്തിൽ ശേഷിച്ചു, 3 വിധവമാർ. ഒരു ദിവസം തൻ്റെ നവോമി, ആ ഭവനത്തിൻ്റെ അമ്മ നവോമി, തൻ്റെ മരുമക്കളെ 2 പേരെയും വിളിച്ചേച്ച് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ്. കാര്യം യെരുശലേമിൽ മഴ പെയ്തുവെന്നും ഇസ്രായേൽ ദേശം മഴയിൽ സമ്പുഷ്ടമായി എന്നും ഇനി ദേശത്ത് ആഹാരം വിളഞ്ഞു തുടങ്ങിയെന്നും ഞാൻ അറിഞ്ഞു. ഞാൻ നിറഞ്ഞവളായി ഇവിടേക്ക് വന്നു, ഒഴിഞ്ഞവളായി മടങ്ങിപ്പോകുകയാണ്. എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു, ആൺകുഞ്ഞുങ്ങൾ 2ഉം നഷ്ടപ്പെട്ടു. ഞാനിനി നിങ്ങളെയും കൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഒരു വരനെ കണ്ടുപിടിക്കുന്നത് എന്നാൽ എളുപ്പമല്ല. അതുകൊണ്ട് നിങ്ങൾ 2 പേരും പോകണം. 2 പേരും അമ്മായിയമ്മയോടുകൂടെ പോരുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ തിരിച്ചു പോകയില്ലെന്ന് പറഞ്ഞു. എങ്കിലും അമ്മായിയമ്മ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. എനിക്കിനി ഒരു മകനുണ്ടായ ശേഷം നിങ്ങളെ വിവാഹം കഴിക്കുന്നത് അസാധ്യം. നിങ്ങൾക്ക് മറ്റൊരു വിവാഹം ആലോചിക്കുന്നത് എനിക്ക് എളുപ്പമല്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജാതിയുടെ അടുക്കിലേക്കും നിങ്ങളുടെ മതത്തിലേക്കും തന്നെ നിങ്ങൾ പോകണം. ഒരു പിന്മാറ്റത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. മൂത്ത മരുമകൾ ഓർഫ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് ഉറക്ക കരഞ്ഞ് ചുമ്മിച്ച് പിരിഞ്ഞുപോയി. 2ാമത്തെ മരുമകളായ രൂത്ത് പറഞ്ഞു, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ ദൈവത്തെയും നിന്റെ നാടിനെയും മറക്കുവാനും എന്നോട് പറയരുത്, ഞാൻ പോകയില്ല. അവൾ കൂടെ വരുമെന്ന് അമ്മായിയമ്മയ്ക്ക് ഉറപ്പായതോടെ രൂത്തിനെയും കൂട്ടി അമ്മായിയമ്മ സ്വഭവനത്തിലേക്ക് വന്നു. ഇവൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് നവോമിയെ കാണേണ്ടതിന് ആളുകൾ കൂടി. അവൾ നവോമി എന്തുണ്ട് വിശേഷമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി മടങ്ങി വന്നു. നിങ്ങളിനിയും എന്നെ ഒരിക്കലും നവോമി എന്ന് വിളിക്കരുത്, നിങ്ങൾ എന്നെ കയ്പുള്ളവൾ എന്ന് മാത്രം വിളിക്കുക എന്ന് പറഞ്ഞ് ജനത്തോട് പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും ചില ദിവസങ്ങൾ കൊണ്ട് നവോമി ഒരു കാര്യം മനസ്സിലാക്കി, ആഹാരത്തിന് വകയില്ല. അതുകൊണ്ട് നവോമി തൻ്റെ കൂടെ വന്നതായ രൂത്തിനോട് പറഞ്ഞു, കുഞ്ഞെ, നീ എവിടെയെങ്കിലും കാലാവെറുക്കാൻ പോകണം. അവരുടെ ആരംഭം വളരെ ശോചനീയമായിരുന്നു. എവിടെയെങ്കിലും കാലാവെറുക്കി കിട്ടുന്നത് കൊണ്ട് വേണം നമുക്ക് ഉപജീവനം കഴിക്കുവാൻ. അങ്ങനെ രൂത്ത് കാലാവെറുക്കുവാൻ പോകുകയും ഒരു പ്രത്യേക പദം ബൈബിളിലുണ്ട്, ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിൽ ചെന്ന് കയറുകയും ചെയ്തു. ബോവസ് അതിസമ്പന്നനായിരുന്നു. ദാവീദിൻ്റെ വല്യപ്പനാണ് ബോവസ്. ഒരു വല്യപ്പനാണ് ബോവസ് എന്ന് മറക്കരുത്. ബോവസ് ഇസ്രായേലിലെ സമ്പന്നനും ധനികനും അവിടുത്തെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരുന്നവനുമാണ്. അതുകൊണ്ട് ബോവസിൻ്റെ അടുക്കൽ പോയതിനകത്ത് അമ്മാവിയമ്മയ്ക്കും പ്രയാസമില്ലായിരുന്നു. അവർ അകന്ന ചാർച്ചക്കാരുമായിരുന്നു. ബോവസിൻ്റെ വയലിൽ അവൾ കാലാവെറുക്കി. ആദ്യത്തെ ദിവസങ്ങളിൽ അവൾക്ക് നന്നായി പെറുക്കിയെടുക്കുവാൻ കഴിഞ്ഞു. ബോവസ് തൻ്റെ വേലക്കാരോട് പറഞ്ഞു, തൻ്റെ പുറകെ വരുന്ന പെൺകുട്ടിയുണ്ടല്ലോ, അവളൊരു മോവാബ്യ പെൺകുട്ടിയാണ്. അവളുടെ ജാതിയും മതവും ദേശവും ഒക്കെ വിട്ട് നമ്മുടെ നാട്ടിൽ കാലാവെറുക്കാൻ വന്നെങ്കിൽ മനഃപൂർവ്വമായും അറിഞ്ഞുകൊണ്ട് നിങ്ങളൊരല്പം അവൾക്ക് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ കൊയ്തെടുക്കുമ്പോൾ ഒരല്പസ്വല്പം അവൾക്ക് വേണ്ടി പിൻപിലിട്ടേക്കണം. അവളോട് ബോവസിന് കരുണ തോന്നുകയാൽ അങ്ങനെ അവൾക്ക് വേണ്ടി ഇട്ടുകൊടുത്തു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മാവിയമ്മ ആ മരുമകളോട് പറഞ്ഞു, കുഞ്ഞെ, വീണ്ടെടുപ്പുകാരൻ എന്നൊരു സിസ്റ്റം ഇസ്രായേലിലുണ്ട്. ഞാൻ ആ ടേം അവതരിപ്പിക്കാനാണ് ഇവിടം വരെ വന്നത്. ഇസ്രായേലിൻ്റെ പ്രമാണം അനുസരിച്ച് നമുക്ക് ആവർത്തന പുസ്തകം ഒന്ന് വായിക്കണം. അവിടെ അതുകൊണ്ട് ആവർത്തന പുസ്തകം 25-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കണം. അതിനു മുമ്പേ ഞാനൊരു കൊച്ചു വിശദീകരണം അതിനെക്കുറിച്ച് പറയാം. ഈ ചരിത്രങ്ങളും കഥകളും എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കുകയില്ല. അതുകൊണ്ട് പരിചയമുള്ളവർ ഇതൊരു ആവർത്തനമാണ്, അതിൻ്റെ വിരസത തോന്നാതെ ദയവായി അംഗീകരിക്കണം. കാര്യം പരിചയമില്ലാത്തവർ പലരുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗോത്രങ്ങൾക്ക് വേണ്ടി, ഇസ്രായേലിൽ 12 ഗോത്രങ്ങളാണ്. ആ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി വാഗ്ദത്ത നാടിനെ അളന്ന് വിഭജിച്ചു. ആ അളവ് നൂൽ വീണയെടുത്ത് ആ കുടുംബത്തിന് തന്നെയുള്ള ഓഹരിയാണ്. ഒരു വ്യക്തി മരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ മകന് ആ ഓഹരി കൊടുക്കും. ഒരു വ്യക്തി വിവാഹം കഴിച്ചു മക്കളില്ലാതെ മരിച്ചു പോയാൽ എന്തു ചെയ്യും? ആ ഓഹരി ആർക്ക് കൊടുക്കും? അതിനു വേണ്ടിയുള്ള പ്രമാണം. സഹോദരന്മാർ ഒരുമിച്ച് പാർക്കുമ്പോൾ ഒരു സഹോദരൻ വിവാഹം കഴിച്ചു മക്കളില്ലാതെ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിൽ ഒരാൾ ഈ മരിച്ചുപോയവൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെ പോലെ അംഗീകരിക്കുകയും അവളിൽ നിന്ന് ഒരു കുഞ്ഞ് ഉണ്ടാകുകയും ആ ജനിക്കുന്ന ആൺകുഞ്ഞ് അവൻ്റെ അപ്പൻ്റെ പേരിൽ, അപ്പൻ്റെ സ്ഥാനത്ത് അറിയപ്പെടുകയും അവകാശം നഷ്ടമായി പോകാതെ അവകാശം ആ കുഞ്ഞിൽ നിലനിർത്തുകയും വേണം. ഇത് ദേവര സമ്പ്രദായം എന്ന് അവർ വിളിച്ചിരുന്നു. ദേവര ധർമ്മം എന്ന് ഇതിനെ വിളിച്ചിരുന്നു. ഇത് ഇസ്രായേലിൻ്റെ നിയമമായിരുന്നു.
അപ്രകാരം ഇസ്രയേലിൻ്റെ നിയമപ്രകാരം ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ദയവായി ഇന്ന് വായിച്ചാട്ടെ ആവർത്തന പുസ്തകം 25:5 മുതൽ 10 വരെ. സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരിൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചു പോയാൽ മരിച്ചവന്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തനാകരുത്. ഭർത്താവിൻ്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കണം. മരിച്ചുപോയ സഹോദരന്റെ പേർ ഇസ്രായേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൾ പ്രസവിക്കുന്ന ആദിജാതനെ അവന്റെ പേർക്ക് കണക്ക് കൂട്ടണം. സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിപ്പാൻ അവന് മനസ്സില്ലെങ്കിൽ അവൾ പട്ടണവാതിൽക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന്, എൻ്റെ ദേവരന് തൻ്റെ സഹോദരന്റെ പേർ ഇസ്രായേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല, എന്നോട് ദേവരധർമ്മം നിവർത്തിപ്പാൻ അവന് മനസ്സില്ല എന്ന് പറയണം. അപ്പോൾ അവന്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം. എന്നാൽ ഇവളെ പരിഗ്രഹിപ്പാൻ എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഖണ്ഡിച്ചു പറഞ്ഞാൽ അവന്റെ സഹോദരന്റെ ഭാര്യ മൂപ്പന്മാർ കാണുകെ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് അവന്റെ മുഖത്ത് തുപ്പി, സഹോദരന്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം. ചെരുപ്പഴിഞ്ഞവന്റെ കുടുംബമെന്ന് ഇസ്രായേലിൽ അവന്റെ കുടുംബത്തിന് പേർ പറയും. ഇസ്രയേലിലെ നിർബന്ധ നിയമങ്ങളിൽ ഒന്നായിരുന്നു, ഒരു വ്യക്തി മരിച്ചുപോയാൽ അവിടം കൊണ്ടവൻ തീർന്നില്ല, അവൻ്റെ മകൻ അവന് പകരമിരിക്കണം. ഒരു മകൻ ഇല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ജീവനോടെയുണ്ട്, അവൻ്റെ സഹോദരന്മാർ ജീവനോടെയുണ്ട്. ആ സഹോദരന്മാരിൽ നിന്ന് ഈ ഭാര്യയിലൂടെ ഒരു മകൻ ജനിക്കുകയും ആ മകനെ അപ്പൻ്റെ സ്ഥാനത്തേക്ക് അംഗീകരിക്കുകയും വേണം. ഏതെങ്കിലും ഒരു പുരുഷനത് ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുവാനും റൈറ്റുണ്ട്. കാര്യം വീണ്ടെടുപ്പുകാരനായി പോകുന്നവന് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ, കഴിവുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു രേവതവ്രതം ഒരു സമ്പ്രദായം ആചരിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇതിന് ചിലവുള്ളതാണ്, ഇതിന് ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കത് ഒക്കത്തില്ല എന്നൊരുവൻ തീർത്തു പറഞ്ഞാൽ അവൻ്റെ പേര് അന്നു മുതൽ ആ കുടുംബത്തിൽ ഇസ്രയേലിൻ്റെ ഉള്ളിൽ നാണം കെട്ടതായിരിക്കും, ചെരുപ്പഴിഞ്ഞവൻ എന്നവന് പേരാകും. അത് വരാതിരിക്കേണ്ടതിനു വേണ്ടി ഇസ്രയേലിൻ്റെ മൂപ്പന്മാർ അവനെ ഗുണദോഷിച്ച് അവൻ്റെ സഹോദരൻ്റെ ഭാര്യയുമായി ഒരുമിച്ച് ജീവിക്കാൻ അവനെ നിർബന്ധിക്കുകയാണ്. നമ്മുടെ ഈ കാലത്തെ സിസ്റ്റം അല്ല, അന്നത്തെ സിസ്റ്റം ഓൾ ടുഗദർ വ്യത്യസ്തമാണ്. ഈ സിസ്റ്റം നിലവിലിരിക്കുന്ന കാലഘട്ടത്തിൽ രൂത്തിനോട് നവോമി പറഞ്ഞു, കുഞ്ഞെ, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അത് ബോവസാണ്. ബോവസ് നിൻ്റെ വീണ്ടെടുപ്പുകാരനായി വരാം. ഈ പുസ്തകത്തിൻ്റെ സെൻട്രൽ തീം വീണ്ടെടുപ്പ് എന്നതാണ്. വീണ്ടെടുപ്പ്, ആരെ വീണ്ടെടുത്തു, എന്തുകൊണ്ട് വീണ്ടെടുത്തു, നമ്മളതെല്ലാം ചിന്തിക്കാൻ പോകുകയാണ്. വീണ്ടെടുപ്പ് എന്നതാണ്. ദേവരധർമ്മം നിന്നോട് അനുഷ്ഠിക്കേണ്ടതിന് നീ അവനോട് സംസാരിക്കണം. നീ ഇത്രയും ദിവസം പെറുക്കിയല്ലോ നല്ലത്, ഇനി അവൻ കളത്തിൽ നെല്ല് കോതമ്പ് അളക്കുവാനായി വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവനോട് സംസാരിക്കുക, അവനുമായി അടുത്തിടപെടുക. അതിനൊരു അവസരം അമ്മാവിയമ്മ പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞതുപോലെ അവൾ ഇടപെട്ടു. ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ കിടക്കയുടെ അരികിൽ അവൾ പോയി കിടന്നു. പക്ഷേ ദേവരധർമ്മം അനുഷ്ഠിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, നിയമപ്രകാരം മൂപ്പന്മാരറിഞ്ഞു വേണം ഈ കാര്യങ്ങൾ സംഭവിക്കുവാൻ. അതുകൊണ്ട് എന്നേക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരൻ നിനക്കിവിടെ ഉണ്ട്. ആ ചാർച്ചക്കാരനോട് ഞാൻ തന്നെ ചോദിക്കാം. ഇനി ഞാൻ മിണ്ടാതിരിക്കുകയില്ല. നീ എൻ്റെ അടുക്കൽ വന്ന് നിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തും നിനക്ക് വേണ്ടി ചെയ്തു തരും. മാത്രമല്ല, നീ ഒരു മാന്യ സ്ത്രീയാണ്, നീ ഒരു അന്യജാതിക്കാരത്തിയാണ്, ഇസ്രയേലിൽ കയറുവാൻ അനുവാദമില്ലാത്തവളായിരുന്നു. പക്ഷേ നിൻ്റെ തീരുമാനം കൊണ്ടും തിരഞ്ഞെടുപ്പ് കൊണ്ടും നീ അതിന് അർഹത ഉണ്ടാക്കി. നീ എന്തു പറഞ്ഞാലും നിനക്ക് വേണ്ടി ഞാൻ നിവർത്തിച്ചു തരും. ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരൻ തന്നെയാണ്. പക്ഷേ എന്നേക്കാൾ അടുത്ത വേറൊരു ചാർച്ചക്കാരൻ നിനക്കുള്ളത് കൊണ്ട്, മരിച്ചുപോയ നിൻ്റെ ഭർത്താവിന് മറ്റൊരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ നിശ്ചയമായും അദ്ദേഹത്തെ കൊണ്ട് ഒക്കുമെന്നോ ഒക്കത്തില്ലെന്നോ പറയിപ്പിച്ച ശേഷം മാത്രമേ ഇതിനു വേണ്ടി തുനിയുകയുള്ളൂ എന്ന് പറഞ്ഞു. ബോവസ് അടുത്ത ദിവസം പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് കാര്യം പറയുകയും തൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്ത ചാർച്ചക്കാരനോട്, വീണ്ടെടുക്കേണ്ട അടുത്ത ചാർച്ചക്കാരനോട് വിവരമറിയിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സഹോദരനായിരുന്ന ഇന്നാര് പോയി മരിച്ചു, മഹലോനും കില്യോനും മരിച്ചുപോയി. ഇപ്പോൾ തൻ്റെ കില്യോൻ്റെ ഭാര്യ രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ്, അവൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ വശങ്ങളും പറഞ്ഞു. അവൾ ഇവിടെ വന്നിട്ടുണ്ട്, അവളെ വീണ്ടെടുക്കണം, അവളുടെ വസ്തുക്കൾ വീണ്ടെടുക്കണം, അവൾക്ക് ഒരു മകൻ ജനിക്കണം. നീ അതിന് തയ്യാറാണോ? നീ ദേവരധർമ്മം അനുഷ്ഠിക്കുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കതിനുള്ള സാമ്പത്തിക ശേഷിയില്ല, എന്നെക്കൊണ്ടത് ഒക്കത്തില്ല, രണ്ട് കുടുംബങ്ങളെ ഒരുമിച്ച് പുലർത്തുവാൻ എനിക്ക് കഴിവില്ല, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. പട്ടണത്തിലെ മൂപ്പന്മാരുടെ മുമ്പിൽ വെച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചേച്ച് ബോവസ് ഈ പെൺകുട്ടിയെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പുകാരൻ എന്നതിൽ ബോവസ് വിജയിച്ചു.
എന്തൊക്കെയായിരുന്നു വീണ്ടെടുപ്പിനുണ്ടായിരുന്നതായ തത്വങ്ങൾ? മൂപ്പന്മാരുടെ അനുവാദം വേണം ഈ പെൺകുട്ടിയെ വീണ്ടെടുക്കേണ്ടതിന്. അങ്ങനെ പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ടത് മുഴുവനും ക്ലിയർ ചെയ്ത് ഏറ്റവും ലീഗലായി ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും അങ്ങനെ വീണ്ടെടുക്കുകയും ചെയ്തു. വീണ്ടെടുപ്പുകാരൻ എന്നതാണ് വിഷയം. ഈ ബോവസ് ഒരു നിഴലാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പൊരുളായി നിൽക്കുന്നു. യേശുക്രിസ്തു വലിയ സമ്പന്നനായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ദയവായിട്ടൊന്ന് വായിക്കാമോ? 2-ാം അധ്യായം, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. നവോമിക്ക് തൻ്റെ ഭർത്താവായ ഏലിമേലെക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. അവന് ബോവസ് എന്നു പേർ. മതി. ബോവസിനെ കുറിച്ച് ഒന്ന്, എലിമേലെക്കിന്റെ ചാർച്ചക്കാരനാണ്, ആ മരിച്ചുപോയ മനുഷ്യൻ്റെ ചാർച്ചക്കാരനാണ്. 2, ഏറ്റവും ധനവാനാണ്. ഏറ്റവും ധനവാനും എന്നല്ല, 2 കുടുംബങ്ങളെ ഒരുമിച്ച് പുലർത്തുവാൻ കഴിവുള്ള, പക്ഷെ ഇദ്ദേഹം അവിടെയൊന്നുമല്ല, ഏറ്റവും ധനവാനായിരുന്നു, ചാർച്ചക്കാരനുമായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടൊരു വീണ്ടെടുപ്പിൻ്റെ കർമ്മം നിവർത്തിക്കുക എന്നാലോചിച്ചു. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് സാക്ഷാൽ ഈ ബോവസിൻ്റെ പൊരുൾ ആയി നിൽക്കുന്നത്. യേശുവിനെ കുറിച്ച് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. യേശുവിനെ കുറിച്ച് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാമെന്ന് വിചാരിക്കാതെ ദാസനായി ദാസവേഷം എടുത്ത് മനുഷ്യനായി ഇറങ്ങി വന്ന നമുക്ക് വേണ്ടി വില മുടക്കുവാൻ തയ്യാറുള്ള നിത്യ 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 ദൈവമായി പ്രഭയിൽ തേജസ്സിൽ വസിക്കുന്ന ദൈവമായി നിത്യതയിലെ ധനഠ്യനായ യേശുവിനെ കുറിച്ച് അവിടെ കാണാം. ദയവായി വായിച്ചാട്ടെ, ഫിലിപ്പിയർ 2-ന്റെ 5 മുതൽ 8 വരെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു എന്നെ വീണ്ടെടുക്കേണ്ടതിന്, നമ്മെ വീണ്ടെടുക്കേണ്ടതിന് ദൈവരൂപം മുറുക്കെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദൈവരൂപത്തിൽ ഇരിക്കെ അത് മുഴുവൻ ഒഴിച്ചു വെച്ച് ദാസരൂപം എടുത്ത് വില മുടക്കുവാൻ തയ്യാറായി ഈ ഭൂമിയിലേക്ക് വന്നു. എബ്രായ ലേഖനം 2-ന്റെ 14-ഉം 15-ഉം അതോട് ചേർന്ന് വായിക്കണമേ ദയവായി. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ഉം 15-ഉം വാക്യം മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു ചെയ്തത് അവിടെ എഴുതിയിരിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മരണഭീതിയാൽ അടിമകളായിരുന്ന നമ്മെ വീണ്ടെടുക്കേണ്ടതിന് ജീവൻ കൊടുക്കുവാൻ തയ്യാറായി ഏറ്റവും വലിയ വില മുടക്കിയത് തൻ്റെ ജീവൻ കൊടുക്കുകയായിരുന്നു. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകയാൽ ചാർച്ചക്കാരനായി വരേണ്ടതിന് താനും ജഡരക്തങ്ങളോടുകൂടിയവനായി ഇറങ്ങി വന്നു. യേശുവിനെ കുറിച്ച് ഇന്ന് പറയുന്നത് നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ എന്നാണ്. അങ്ങനെ വരുവാൻ തയ്യാറായി. വീണ്ടെടുപ്പുകാരൻ വില മുടക്കിയേ മതിയാകുള്ളൂ. വില മുടക്കാതെ വീണ്ടെടുപ്പുകാരന് വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. സ്വത്തും മുതലും ഉണ്ടായിരുന്ന യേശുവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ യേശു നമ്മെ എങ്ങനെയാണ് വീണ്ടെടുത്തത്? പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് എങ്ങനെയാണ്? നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. നമുക്ക് 2-3 വാക്യങ്ങളിലൂടെ വായിക്കാനുണ്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വിലയേറിയ വസ്തുക്കളായി ഭൂമിയിൽ നാം കാണുന്നത് പൊന്ന്, വെള്ളി മുതലായതാ. പക്ഷെ ബൈബിൾ നോക്കിയേച്ച് പറഞ്ഞു, ദൈവം കൊടുക്കുന്ന വാല്യുവേഷൻ ഒന്ന് അഴിഞ്ഞു പോകുന്നതും, കറപ്റ്റബിൾ അഴിഞ്ഞു പോകുന്നതും അഴിഞ്ഞു പോകാത്തതും. അഴിഞ്ഞു പോകുന്നതായ പൊന്ന്, വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ടല്ല, അഴിഞ്ഞു പോകാത്ത യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്ക രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ ദൈവം തയ്യാറായി, അല്ലെങ്കിൽ യേശു തയ്യാറായി ആ വൻ വില മുടക്കി. 3-ാം അധ്യായത്തിൻ്റെ രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ നമ്മൾ ഒന്നുകൂടെ വായിക്കാമോ? രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ മുമ്പേ ഞാൻ പറഞ്ഞു വിട്ട ഒരു കാര്യമാണ്.
ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. രൂത്തേ, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ നിവർത്തിച്ചു തരാം. വീണ്ടെടുക്കാൻ ഞാൻ തയ്യാറാ. എൻ്റെ യേശു എന്നെ വീണ്ടെടുക്കുവാൻ തയ്യാറാകയാൽ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. എബ്രായ ലേഖനം 10:7 കാര്യം കിടപ്പുണ്ട്, നമുക്ക് വായിക്കണം. എബ്രായ ലേഖനം 10:7 വീണ്ടെടുക്കാൻ താൻ തയ്യാറാണെന്നുള്ള വിവരം തെളിയിക്കാം. അതിനുശേഷം അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ രൂത്തെ ഒന്ന് വെയിറ്റ് ചെയ്തേ മതിയാകൂ. ലീഗൽ ചാനൽ കംപ്ലീറ്റ്ലി ഫുൾഫിൽ ചെയ്യാതൊക്കത്തില്ല. ലീഗലി ചില കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തേത്, നീ മോവാബ്യ സ്ത്രീയാണെന്നുള്ളതാണ്. അതിനകത്ത് എൻ്റെ ദേശത്ത് മുഴുവനും ബോധ്യമായി നീ ഒരു ഉത്തമ സ്ത്രീയാണ്. മോവാബ്യ ആണെങ്കിലും ഉത്തമ സ്ത്രീയാണ്. ഞാനവിടെ ഒന്നുകൂടെ പറയാം, മൂപ്പന്മാർ വേണം വിധിക്കേണ്ടത് മോവാബ്യ സ്ത്രീയെ നിനക്ക് വിവാഹം കഴിക്കാൻ കഴിയുമോ എന്ന്. അതുകൊണ്ട് എനിക്ക് മൂപ്പന്മാരുടെ അടുക്കൽ പോകേണ്ടതുണ്ട്. നിശ്ചയമായും അവർ വിധിക്കും. കാരണം മോവാബ്യ പുരുഷന്മാർ മാത്രം, മോവാബ്യൻ 10ാം തലമുറ വരെ ദേവാലയത്തിൽ പ്രവേശിക്കരുതെന്നേ വാക്യമുള്ളൂ. എഴുതി വെച്ച വാക്യത്തിന് ഒരു ലൂപ്പ് ഹോളുണ്ട്. ആ ലൂപ്പ് ഹോളിലൂടെ പെൺകുട്ടിയുടെ കാര്യം പറയാത്തത് കൊണ്ട് നിന്നെ വീണ്ടെടുക്കുവാൻ റൈറ്റ് ഉണ്ട്. പക്ഷേ റൈറ്റ് മൂപ്പന്മാർ വേണം വിധിക്കുവാൻ. ഇത് പറഞ്ഞു. നമുക്ക് എബ്രായ ലേഖനം 10:7 എന്ന് വായിക്കാം ദയവായി. യേശു വോളണ്ടിയറായി വരികയായിരുന്നു എന്ന് പറയേണ്ടതിന് വേണ്ടി എബ്രായ ലേഖനം 10:7 തെളിവായി വായിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പിതാവ് ഒരു ചോദ്യം ചോദിച്ചു, നാം ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? അതിൻ്റെ മറുപടിയായി കർത്താവായി യേശു പറഞ്ഞു, അടിയനെ അയക്കണമേ, അടിയൻ ഇതാ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ. ത്രിയേകത്വം തെളിയിക്കേണ്ടതിന് വേണ്ടി, 3 വ്യക്തിത്വങ്ങൾ ദൈവത്തിലുണ്ടെന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഒരു പദം യെശയ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഞാൻ നേരത്തെ എടുത്തിരുന്നു. നാം ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന പിതാവിൻ്റെ ശബ്ദം. അതിൻ്റെ മുമ്പിൽ പുത്രൻ്റെ മറുപടി, ഞാൻ വരുന്നു, എൻ്റെ പേർ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നെ അയക്കണമേ. എല്ലായിടത്തും വ്യക്തിത്വങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പിതാവും പുത്രനും തമ്മിലുള്ള സംസാരമാണ് ഇവിടെ കാണുന്നത്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്നെ അയക്കണമേ. അങ്ങനെ വോളണ്ടിയറായി ഇവിടെ ഇറങ്ങി വന്ന, വായിക്കണമെന്നില്ല, മത്തായിയുടെ സുവിശേഷം 20:28 വായിക്കുമ്പോൾ, മറുവിലയായി തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് ആ വിലയേറിയ വില മുടക്കിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്ത കർത്താവായ യേശുവിനെ ബോവസിനോട് ഉപമിക്കുന്നു. ബോവസ് യേശുവിൻ്റെ നിഴലായി നിൽക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രധാന സൂചന വീണ്ടെടുപ്പുകാരൻ. അതാണ് ക്രിസ്തുവിൻ്റെ മെയിൻ ദൗത്യം. അക്കാര്യം യേശു കാൽവറിയിൽ നിവർത്തിച്ചു. ഈ പുസ്തകത്തിൻ്റെ താക്കോൽ ആശയം റിഡംഷൻ എന്നതാണ്. താക്കോൽ ആശയം റിഡംഷൻ, വീണ്ടെടുപ്പ് എന്നതാണ്. ഇതിൻ്റെ താക്കോൽ വാക്യങ്ങളായിട്ട് 1-2 വാക്യങ്ങൾ നമുക്ക് എടുക്കാം. 1-ാം അധ്യായം 14, 16, 17 വാക്യങ്ങൾ. 1-ാം അധ്യായം രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 14, 16, 17 വാക്യങ്ങൾ. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഒർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. തന്റെ അമ്മായിയമ്മ ഓർഫയോട് പറഞ്ഞു, മൂത്ത മരുമകളായിരുന്നു ഓർഫയോട് പറഞ്ഞു, കുഞ്ഞെ നീ നിന്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക്, നിന്റെ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോ. നിനക്ക് വേണ്ടി ഇനിയും ഒരു വിവാഹം അവരാലോചിക്കട്ടെ. നിനക്ക് മക്കളില്ല, നീ ചെറുപ്പക്കാരിയാണ്, നീ ടു യങ്, നിനക്ക് ഭർത്താവില്ലാതെ ലോങ് ടൈം ജീവിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നീ പോകുക. നീ എൻ്റെ കൂടെ വന്നാൽ എനിക്കതൊരു ഭാരമാണ്. നിന്നെ എൻ്റെ നാട്ടിൽ കൊണ്ടുപോയാൽ ആരും വിവാഹം കഴിക്കത്തില്ല. അതുകൊണ്ട് ദയവായി നീ നിന്റെ സ്വജാതിക്കാരുടെ അടുക്കൽ മടങ്ങിപ്പോക. അവൾക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. മനഃപൂർവ്വമൊന്നും അല്ല, മനസ്സോടെ ഞാൻ പോകുകയല്ലെന്നൊക്കെ പറഞ്ഞ് ഉറക്കെ പൊട്ടിക്കരഞ്ഞ്, പക്ഷെ അമ്മാവിമ്മ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തേച്ച് അവൾ പിരിഞ്ഞു. പലരുടെയും ദൈവത്തോടുള്ള തീരുമാനം ഇത്രയേ ഉള്ളൂ. സത്യമായി ആത്മാർത്ഥമായും അവൾക്ക് അമ്മാവിയമ്മയോട് സ്നേഹമുണ്ട്, ആത്മാർത്ഥമായും അമ്മാമ്മയുടെ കൂടെ പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ ജീവിതത്തിൻ്റെ വരാഴികകൾ ഓർത്തപ്പോൾ, ഭാവി എങ്ങനെ ചിലവഴിക്കും എന്നാലോചിച്ചപ്പോൾ, വരാഴികകൾക്ക് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട്, സ്നേഹത്തിന് 2ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, എങ്കിലും പൊട്ടിക്കരഞ്ഞു, ഉറക്കക്കരഞ്ഞു, ചുമ്മനം ചെയ്തു, അവൾ പിരിഞ്ഞുപോയി. നമ്മി പലരും അങ്ങനല്ലേ? യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുക്കണമെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയാകും? വിദ്യാഭ്യാസം പോട്ടപ്പ, വിവാഹം എങ്ങനെയാകും? അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ? ഇന്ന് ഞാൻ സ്നാനപ്പെട്ടാൽ ശരിയാകത്തില്ല, പല കാര്യങ്ങൾ വേറെയില്ലേ? അയ്യോ, എനിക്ക് ആത്മാർത്ഥമായും ദൈവത്തെ സേവിക്കണമെന്ന് താല്പര്യമുണ്ട്. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഓർഫ പിരിഞ്ഞുപോയി. 16-ാമത്തെ വാക്യം.
അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. അമ്മാവിയമ്മയോട് രൂത്ത് പറഞ്ഞ വാചകം, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്നല്ല, കരഞ്ഞു കാണിക്കുമെന്നല്ല, കെട്ടിപ്പിടിക്കുമെന്നല്ല, ഉമ്മ തരുമെന്നല്ല, തിരിച്ചു പോകുമെന്നല്ല, നിന്നെ വിട്ടുപിരിയുവാൻ എന്നോട് പറയരുതേ, എനിക്കത് ഒക്കത്തില്ല. 16ഉം 17ഉം ചേർത്തങ്ങ് വായിക്കാമോ? നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇന്ന് വിവാഹവേദികളിൽ നമ്മൾ പറയിപ്പിക്കുന്ന വാക്കുകളുടെ പകുതി വരെ ഉണ്ടിത്. ഞാൻ കേട്ടിട്ടുണ്ട്, അന്യദേശത്തൊരിടത്ത്, ഇന്ത്യയിലല്ല, ഒരു സ്ഥലത്ത് വിവാഹത്തിൻ്റെ പ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലിക്കൊടുക്കുവാൻ വേണ്ടി പെൺകുട്ടി പാസ്റ്ററുടെ അടുക്കൽ നേരത്തെ ഒരു ശുപാർശ നടത്തി. സാധാരണ പറയുമ്പോൾ ഭർത്താവ് പറയുന്നത് അനുസരിച്ച് അദ്ദേഹത്തിന് കീഴടങ്ങി ജീവിച്ചോളാമെന്നൊരു പദമുണ്ട്. ആ പദം പറയിപ്പിക്കരുത്. പകരം രൂത്തും നവോമിയും കൂടെ സംസാരിച്ചതുപോലെ, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജാതി എൻ്റെ ജാതി, നീ പോകുന്നിടത്ത് ഞാനും പോകും എന്ന് മാത്രം പറഞ്ഞങ്ങ് നിർത്തുകയാകാവൂ. അല്ല, അടങ്ങി ജീവിച്ചോളാം എന്നൊരു പദം പറയരുത്. നമ്മുടെ വിവാഹങ്ങളിൽ ഉപയോഗിക്കുന്ന പദത്തോട് ഏറ്റവും അടുത്തു വരുന്ന ഒരു പദമാണിത്. പക്ഷേ നമ്മുടെ വിവാഹങ്ങളിൽ ഈ അമ്മായിയമ്മ മരുമകൾ ബന്ധത്തേക്കാൾ കവിഞ്ഞ് ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് വരേണ്ടതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ചേർത്ത് പറയും, അടങ്ങി ഒതുങ്ങിപ്പോക്കോളാം, അതുപോലെ തന്നെ നിന്നെ ഞാൻ പോറ്റി പുലർത്തിക്കോളാം. ഒരു വാഗ്ദത്തം രണ്ട് സൈഡിൽ നിന്നും ഉണ്ടാകും. അവിശ്വസ്തത കാണിക്കത്തില്ല. തേണ്ട ഇവൾ പറഞ്ഞു, നിന്നെ വിട്ടുപിരിയാനും പോകാനും എന്നോട് പറയരുത്, അത് ഞാൻ ചെയ്യത്തില്ല. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ദേശം എൻ്റെ ദേശം, നീ പോകുന്നിടത്ത് ഞാനും പോകും, അതുകൊണ്ട് ഞാൻ പോയേ മതിയാകൂ. രൂത്ത് അമ്മാവിയമ്മയോട് പറ്റി നിന്നു. ഇതിൻ്റെ രണ്ടാമത്തെ താക്കോൽ വാക്യമായിട്ട് എടുത്തിരിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. നമ്മൾ ഒന്ന് വായിച്ചു കഴിഞ്ഞു, ദയവായി ഒന്നുകൂടെ വായിച്ചാട്ടെ. 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. നീ ഉത്തമ സ്ത്രീ ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. ഓക്കെ, ഇച്ചിരൂടെ വായിച്ചോട്ടെ. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. ഇച്ചിരൂടെ താവോട്ട് വായിച്ചാട്ടെ പ്ലീസ്. എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഇവിടെ രൂത്തിനോട് ബോവസ് പറയുന്ന വാചകങ്ങളാണിത്. നീ ഒരു ഉത്തമ സ്ത്രീ എന്ന് ഞങ്ങളുടെ നാട്ടുകാർക്കറിയാം. നീ ഒരു സാക്ഷ്യമുള്ളവളാണ്, നീ ഒരു സാക്ഷ്യമുള്ളവളാണ്. നീ സാക്ഷ്യം സമ്പാദിച്ചു, യാതൊരു സംശയവുമില്ല. പക്ഷേ ലീഗലി തെളിയിക്കേണ്ട കാര്യങ്ങൾ തെളിയിക്കാതെ ഒരു ബന്ധത്തിലേക്ക് ഞാൻ വരികയില്ല. എന്നെക്കാൾ അല്പം കൂടെ നിന്നോട് അടുത്തതായ മറ്റൊരു വീണ്ടെടുപ്പുകാരൻ ഇവിടെ ഉണ്ട്. അവൻ നിന്നെ വീണ്ടെടുക്കാൻ ശക്തനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനുള്ള കഴിവവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അവനോട് സംസാരിക്കാതെ നിവൃത്തിയില്ല. പട്ടണത്തിലെ മൂപ്പന്മാരുടെ സമ്മതമില്ലാതെ എനിക്കത് സാധ്യമല്ല. ആകയാൽ അല്പം കൂടെ വൈകിയ നിന്റെ കാര്യം ഞാൻ നിവർത്തിക്കാം. നീ ഉത്തമ സ്ത്രീ അത്രേ ആകുന്നു. ഇതിൻ്റെ താക്കോൽ അധ്യായം 4-ാമത്തെ അധ്യായമാണ്. 4-ാമത്തെ അധ്യായത്തിൽ വാക്യങ്ങൾ വായിക്കാൻ ഒക്കത്തിലുള്ള ഒരു അധ്യായം മുഴുവനല്ലേ. രൂത്ത് ഈ ദേശത്ത് വരുമ്പോൾ, ബേത്ലഹേമിൽ വരുമ്പോൾ, ഏറ്റവും ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. ഏറ്റവും ദാരിദ്ര്യമുള്ള മഹലോനും കില്യോനും എന്ന 2 ആൺമക്കൾ. തൻ്റെ ഭർത്താവും നഷ്ടപ്പെട്ട്, നിങ്ങൾ എന്നെ മാറയെന്ന് വിളിപ്പീൻ, ഞാൻ കയ്പുള്ളവളാണെന്ന് പറഞ്ഞുകൊണ്ട്, നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി വന്നുവെന്ന് പറഞ്ഞുകൊണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, അല്പമെങ്കിലും ആഹാരത്തിന് വകയില്ലാതെ, വസ്ത്രത്തിന് വകയില്ലാതെ മടങ്ങി വന്ന സ്ത്രീയെ തൻ്റെ മരുമകളെ സ്വന്തം മകളെ പോലെ കണ്ട്, നിന്റെ കാര്യം ഞാൻ നോക്കേണ്ടതാകുന്നു, ഞാൻ നിനക്കൊരു വിശ്രാമം കണ്ടെത്തേണ്ടതാകുന്നു എന്ന് മകളോട് പറയുന്ന പദം. വിവാഹ സമയത്ത് ഞാൻ സാധാരണ പറയാറുണ്ട്, വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടിയുടെ വിശ്രാമം എന്ന് പറയുന്നത് വിവാഹം കഴിക്കുന്ന ഭർത്താവും തൻ്റെ ഭവനവുമാണ്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായേ മതിയാകുകയുള്ളൂ. വിവാഹം കഴിക്കുന്ന ഭർത്താവും തൻ്റെ ഭവനവും വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടിയുടെ വിശ്രാമമായിരിക്കണം. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവളെ കാലവെറുക്കാൻ വേണ്ടി വിട്ടു. എൻ്റെ അറിവോളം തീരെ മോശമായതെന്ന് ഇന്ന് കാണുന്ന, അന്നും കണ്ടിരുന്ന ഒന്നായിരുന്നു കേവലം കാലാവെറുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ദാരിദ്ര്യത്തിൽ ആരംഭിച്ചു. ഒരു ദിവസം അവൾ കളത്തിലെത്തി. 4-ാമത്തെ അധ്യായത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് മാറുകയാണ്. തുടർന്ന് അവൾ ആ സ്വത്തിൻ്റെ യജമാനത്തിയായി മാറി. പണ്ടൊരിക്കൽ കാലാവെറുക്കിയിരുന്ന വസ്തുക്കൾ അവളുടെ സ്വന്തമായി മാറി. അവളതിൻ്റെ
അധികാരിയും ഉടമസ്ഥയുമായി മാറി. അവൾ ബോവസിൻ്റെ ഭാര്യയായി. അവളിൽ നിന്ന് തൻ്റെ ദാവീദിൻ്റെ പിതാവ് ജനിച്ചു. അവളുടെ കൊച്ചുമക്കളിൽ ഒന്നായി ദാവീദിൻ്റെ പിന്തുടർച്ചാവകാശിയായി യേശുവും വന്നു ജനിച്ചു. ഒരു ഉന്നതമായ പദവിയിലേക്കും വംശാവലിയിലേക്കും ഇവളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ ഒരു അധ്യായം ആ ചരിത്രങ്ങൾ മുഴുവനും കാണിക്കുന്നതാണ്. 4-ാമത്തെ അധ്യായമാണ് ഏറ്റവും ഉന്നതമായ അധ്യായം. ഞാൻ ഇന്ന് അടുത്ത പുസ്തകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ രാവിലെ നമുക്ക് അടുത്ത പുസ്തകത്തിലേക്ക് മാറാം. എന്നാൽ ഇന്ന് ഇതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓർമ്മിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. രൂത്തും ഓർഫയും 2 പേർ നവോമിയോടുകൂടെ ഉണ്ടായിരുന്നു. ബേദലഹേമിൽ ക്ഷാമമുണ്ടായ കാലത്ത് എലീമലേക്കിൻ്റെ കൂടെ 2 ആൺമക്കളെയും കൂട്ടി ഏറെക്കുറെ ചൊവ്വ ജീവിച്ചുകളെയും ക്ഷാമമില്ലാതെ ജീവിച്ചുകളെയും എന്ന് പറഞ്ഞ് അപ്പത്തിൻ്റെ ഭവനമായ ബേദലഹേം വിട്ട് ശപിക്കപ്പെട്ടവർ പാർക്കുന്ന നാടായ മോവാബിലേക്ക് ഇറങ്ങിപ്പോയ നവോമി. അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാരോ പോയിരുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവൾ മടങ്ങി വന്ന് സ്വന്തം ദേശത്തിൻ്റെ നന്മ അനുഭവിപ്പാൻ ദൈവം അവസരം കൊടുത്തു എന്ന് വരികയില്ല. 2 പോയി. യാത്രയിൽ അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ 2 നഷ്ടപ്പെട്ടു. 2 വിധവ പെൺകുട്ടികളുമായി വിധവയായ ഈ സ്ത്രീ ഒറ്റയ്ക്ക് ശേഷിച്ചു. ഒരു വീണ്ടെടുപ്പിന് വേണ്ടി മരുമകളുമായി വന്നു. അതുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞു വന്നാൽ യേശുവിൻ്റെ ജന്മാവകാശ പട്ടികയിൽ, ജനന അവകാശ പട്ടികയിൽ രൂത്തിൻ്റെ പേര് വരുന്നതോടുകൂടെ അമ്മാവിയമ്മയുടെ പേരും ഉണ്ട് എന്ന് മറക്കരുത്. ഓൾറൈറ്റ്, ആ രൂത്തിനെ വീണ്ടെടുത്ത വീണ്ടെടുപ്പും അവൾക്ക് വന്നതായ വിടുതലും രക്ഷയും, ഈ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഈ പുസ്തകത്തിൽ നമ്മൾ കണ്ടത്. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ ഏത് താണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും, ഏത് മോശമായ സാഹചര്യത്തിൽ നിന്നും, ഏത് നാട്ടുകാരനെന്ന ചിന്തയ്ക്കപ്പുറത്തായിട്ട് ആരാണ് വീണ്ടെടുക്കുന്നത്? മഹാപ്രഭുവായ ബോവസ് വീണ്ടെടുത്തതുപോലെ ഏത് സാഹചര്യം വരെ താണാലും വളരെ ലീഗലായി ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം, ദൈവപ്രമാണത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പുകാരനായ യേശുവുമായി ഒരുമിച്ച് കൂടുവാൻ ദൈവം നമുക്ക് തരുന്ന പദവിക്കായി സ്തോത്രം. നമ്മുടെ അനന്തര തലമുറകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഇന്ന് പകൽക്കാലം ഈ പുസ്തകത്തിൽ നിന്ന് ചില ആശയങ്ങൾ ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് ഒരു പ്രാവശ്യം കൂടി അടിയൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഒരു വീണ്ടെടുപ്പുകാരനായി അങ്ങ് ഞങ്ങൾക്കുള്ളതിനായി നന്ദി. ഞങ്ങളുടെ ജീവിതം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങ് കൽപ്പിക്കുന്നതനുസരിച്ച് പോകുവാൻ കൃപ തരണമേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.